എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ അടിപൊളി ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ബിഗിനേഴ്സ് ആയിട്ടുള്ള മറ്റുള്ള ആളുകളിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. ഞാൻ സുനിൽ മത്തായി. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് RSI ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം, അതുപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ എങ്ങനെ റിസ്ക് മാനേജ് ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ എന്താണ് RSI എന്ന് പറയുന്നത്? 1970 കാലഘട്ടങ്ങളിൽ തന്നെ RSI എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, RSI ഇൻഡിക്കേറ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. RSI ഇൻഡിക്കേറ്റർ ഒരു ഓസിലേറ്റേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം. എന്ത് ഓസിലേറ്റേഴ്സ്? ഈ പ്രൈസ് മൂവ്മെന്റ് അനുസരിച്ച് ഒരു 0 to 100 എന്ന് പറയുന്ന 2 പോയിന്റ്സിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് എന്ന് പറയാം അല്ലേ, ആ 0 to 100ൻ്റെ ഇടയിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ലൈനാണ് ഈ പറയുന്ന RSI എന്ന് പറയുന്നത്. ഒരു ആവറേജ് ഡേ മൂവ്മെന്റ് എടുത്തുകൊണ്ട് ഈ പറയുന്ന 0-100ൻ്റെ ഇടയിൽ മൂവ് ചെയ്യുന്ന ഒരു ലൈൻ. അപ്പോൾ ഈ ഒരു ലൈൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്തെല്ലാം ആണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു ലൈൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യിപ്പിക്കുന്നത് ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് എന്താണ്, സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത് എന്താണ് നമ്മളോട് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ RSI എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത്. നമുക്ക് നേരെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ചാർട്ടിൻ്റെ താഴെ നമുക്ക് RSI കാണാനായിട്ട് സാധിക്കുന്നതാണ്. RSIയുടെ വാല്യൂ 0 to 100 ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. മാർക്കറ്റ് മുകളിൽ പോകുന്ന സമയത്ത് RSI എന്ത് പറ്റും, RSI 0ൽ നിന്ന് 100ലോട്ട് പോകും. മാർക്കറ്റ് താഴെ വരുമ്പോൾ 100ൽ നിന്ന് താഴത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ RSIയിൽ നമ്മളൊരു ലോവർ ലെവലും ഒരു അപ്പർ ലെവലും എപ്പോഴും നമ്മളിങ്ങനെ മാർക്ക് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ അത് ലോവർ ലെവൽ 25 ആയിട്ട് മാർക്ക് ചെയ്യും, ചില ആൾക്കാർ അത് 30 ആയിട്ട് മാർക്ക് ചെയ്യാറുണ്ട്. അപ്പർ ലെവല് 75 ആയിട്ട് മാർക്ക് ചെയ്യാറുണ്ട്, ചില ആളുകൾ 70 ആയിട്ട് മാർക്ക് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ലോവർ ലെവൽ 30 വെച്ചിട്ടും അപ്പർ ലെവൽ 70 വെച്ചിട്ടുമാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നോക്കണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ചാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ലോവർ ലെവൽ 30, അപ്പർ ലെവൽ 70 എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ RSI എപ്പോഴും നമ്മളോട് പറയുന്നത് എന്താണ്, ബയ്യർ സ്ട്രെങ്ത് എത്രയുണ്ട്, സെല്ലർ സ്ട്രെങ്ത് എത്രയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക് മുകളിലോട്ട് പോയി അതിൻ്റെ കൂടെ തന്നെ RSI കൂടി അതിൻ്റെ മുകളിലോട്ട് പോയി ഈ RSI ഒരു 70-80 റേഞ്ചിൽ എത്തുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഓവർ ബോൾഡ് സോൺ. അതായത് ബയ്യേഴ്സ് മാക്സിമം എത്തിക്കഴിഞ്ഞു, ഇനി മാക്സിമം ഒരു സാധനം ബൈ വന്നു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും സംഭവിക്കുക? നിങ്ങൾ പറയൂ, ഒരു സാധനം വാങ്ങാൻ സാധിക്കുന്ന മാക്സിമം ആൾക്കാർ ആ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞു, ദെൻ നെക്സ്റ്റ് എന്താണ്? ആര് വരും? മാർക്കറ്റിൽ സെല്ലേഴ്സ് വീഴും. അപ്പോൾ ഓവർ ബോൾട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്തിന്? സെല്ലേഴ്സ് മാർക്കറ്റിലോട്ട് വരുന്നവരേക്ക്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ RSI ഈ 70-80 എത്തുമ്പോൾ തന്നെ ആൾക്കാർ സെല്ല് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ ഈ ഓവർ ബോൾട്ട് സോണിൽ എത്തുമ്പോൾ സെല്ലേഴ്സ് വരാൻ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു ലാസ്റ്റ് ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ഈ ഒരു ലാസ്റ്റ് മൂവ്മെന്റിന്റെ മാർക്കറ്റ് അപ്സൈഡ് വളരെ സ്ട്രെങ്ത് ആയിരിക്കും. കാറ് 5ാമത്തെ ഗിയറിലിട്ട് ആക്സിലേറ്റർ കൊടുക്കുന്ന പോലെയായിരിക്കും ഒരു പക്ഷേ ആ സ്റ്റോക്കിന്റെ പ്രൈസ് ഓവർ ബോൾട്ട് സോണിൽ മുകളിലോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 5th ഗിയറിൽ വന്ന് മാക്സിമം സ്പീഡിൽ മൂവ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക് ഇടുന്ന പോലെ ആ സ്റ്റോക്കിന്റെ പ്രൈസ് റിവേഴ്സ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ആ റിവേഴ്സ് ആകുന്ന പോയിന്റിൽ നമുക്ക് RSI വെച്ച് കൺഫർമേഷൻസ് എടുത്തുകൊണ്ട് ധൈര്യമായിട്ട് ഒരു സെൽ ട്രേഡ് ചെയ്താൽ അതൊരു ഹ്യൂജ് സക്സസ് തന്നെയായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഓവർ സെൽ സോൺ അല്ലേ. ഓവർ സോൾഡ് സോണിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെല്ല് ചെയ്ത സോണിലെത്തി മാക്സിമം സെല്ലിങ് കഴിഞ്ഞ് റിവേഴ്സലാകുന്ന സമയത്ത് നമുക്ക് എന്ത് സാധിക്കും? ഒരു പെർഫെക്റ്റ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബുൾ റാലി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് RSI എന്നും എങ്ങനെ അത് ഉപയോഗിക്കാമെന്നും വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ഈ RSI കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് RSI ഡൈവർജൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി എല്ലാ ആളുകളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ RSI എപ്പോഴും ഒരു റിവേഴ്സൽ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് എപ്പോഴും
റിവേഴ്സൽ പാറ്റേൺസ് കൂടി ഇതിൻ്റെ കൂടെ കൺഫർമേഷൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡബിൾ കൺഫർമേഷൻ എടുക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും പാറ്റേൺസിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ RSI ഡൈവർജൻസ് എന്താണെന്ന് കൂടി ഇതിൻ്റെ അകത്ത് പഠിക്കണം. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തതിന് ശേഷം RSI ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തും RSI എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ചും അതുപോലെ തന്നെ RSI ഡൈവർജൻസ് വെച്ച് എങ്ങനെ കൺഫർമേഷൻസ് എടുക്കാമെന്നും അതുപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നും സ്ക്രീൻ ഷെയർ ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുക. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കത് ചാർട്ടിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരെ ഗ്രോവിൻ്റെ ആപ്ലിക്കേഷനിൽ നേരെ നമുക്ക് നമ്മുടെ ചാർട്ടിലോട്ട് പോവാം. നമുക്ക് ചാർട്ട് ഇവിടെ ട്രേഡിംഗ് വ്യൂ ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കാണുന്ന ചാർട്ട്. ഇവിടെ ഞാൻ 5 മിനിറ്റ്സ് ആണ് കിടക്കുന്നത്. ഇത് നമുക്ക് 50 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ഏതായാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. അതിനുശേഷം നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഇൻഡിക്കേറ്റേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് RSI എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ചാർട്ടിലോട്ട് ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത് 14 ഡേ 14 ദിവസത്തെ ആവറേജ് വാല്യൂ വെച്ചിട്ട് വരയ്ക്കുന്ന റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് താഴത്ത് കാണാൻ പറ്റും എന്ത് 14 ഡേ. ഇവിടെ ഇതിൻ്റെ സെറ്റിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ലെങ്ത് എത്രയാണ് 14. ഇത് 14 ദിവസത്തേന്നാണ്. SMA ആണ് ആവറേജ് എടുത്തിരിക്കുന്നത്. അപ്പോൾ SMA വെച്ചിട്ടാണ് ഈ പറയുന്ന റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് വരച്ചിരിക്കുന്നത്. ഇവിടെ സ്മൂത്ത് ലെങ്ത്ത് 14 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റൈല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമുക്ക് കാണാം. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു അപ്പർ ലിമിറ്റ് 70ഉം ലോവർ ലിമിറ്റ് 30ഉമാണ് നോർമലി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓൾറെഡി ഇവിടെ സെറ്റായിട്ടുണ്ട്, ഒരു വ്യത്യാസവുമില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, പോയിട്ട് ജസ്റ്റ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് ഇൻഡിക്കേറ്റേഴ്സിൽ സെലക്ട് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, നമ്മുടെ ചാർട്ടിൽ ആഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഒരു ചാർട്ടിലോട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഇത് എപ്പോഴൊക്കെയാണ് ഒരു ഹൈ എത്തുന്നത്, എപ്പോഴൊക്കെയാണ് ഒരു ലോ എത്തുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് 5 മിനിറ്റ്സ് മാറ്റിയിട്ട് ഒരു 30 മിനിറ്റ്സ് ചാർട്ടിൽ RSI ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റിൽ എന്താണ്, ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് റിവേഴ്സ് ആയ ഒരു പോയിന്റാണ്, റൈറ്റ്. അതേ സമയത്ത് തന്നെയാണ് ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അപ്പർ ലിമിറ്റിന് മുകളിലോട്ട് പോയിരിക്കുന്നത്. ഫൈൻ, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ത് പറ്റി, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇത് മാർക്കറ്റ് റിവേഴ്സ് ആയ പോയിന്റ്, ഇവിടെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഒരു ഹയർ ലെവലിലോട്ട് പോയി എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അപ്പർ ലിമിറ്റിന് മുകളിലോട്ട് പോയി. അപ്പോൾ ഈ അപ്പർ ലിമിറ്റിന് മുകളിലോട്ട് പോയ ഈ പോയിന്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഓവർ ബോൾഡ് സോൺ എന്ന് വിളിക്കാം. ഏറ്റവും ഈ ലെവല്, അതുപോലെ തന്നെ ഇവിടെ, ഇതൊക്കെ ഓവർ ബോൾട്ട് ലെവലാണ്. അപ്പോൾ ഓവർ ബോൾട്ടിൽ നിന്ന് എന്താ സംഭവിക്കുക, ഓവറായിട്ട് ആൾക്കാർ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഡൗൺ സൈഡ് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. കണ്ടോ, ഓരോ മൂവ്മെൻറ്റും ഡൗൺ സൈഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് RSI യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി കൃത്യം 70 അല്ല, 70ൻ്റെ മുകളിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ 3 സ്ഥലത്ത് നിങ്ങൾ കാണുന്നത് എന്താണ്, RSI 70ൻ്റെ മുകളിലോട്ട് പോയതിന് ശേഷമാണ് മൂവ് ചെയ്യുന്നത്. RSI കറക്റ്റ് 70 ടച്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുന്നില്ല, സെൽ ഐഡിയ വർക്കൗട്ട് ആവുന്നില്ല. മറിച്ച് RSI 70ന് മുകളിൽ പോയിട്ട് റിവേഴ്സ് ആവുന്നു. ചാർട്ടും ഈ പറയുന്ന ടെക്നിക്കലിൽ ചാർട്ടും ക്യാൻഡിൽസും റിവേഴ്സ് ആയാലാണ് തിരിച്ച് നമുക്ക് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കൃത്യമായിട്ട് ലഭിക്കുക. ഇതാണ് RSI എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇത് നിഫ്റ്റിയിലാണ് ഇപ്പോൾ ഞാൻ കാണിച്ച്. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഒരു 3, 4, 5 സ്റ്റോക്കുകളിൽ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് RSI ഡൈവർജൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് RSI ഡൈവർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. എല്ലാ സ്പോട്ടിലും നമുക്ക് RSI ഡൈവർജൻസ് ഉണ്ടാകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്പോട്ട് നമുക്ക് നോക്കാം. ഈ ഒരു സ്പോട്ട് ശ്രദ്ധിക്കുക. ഇത് ഓവർ ബോൾഡ് സോണാണ് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു, റൈറ്റ്. ഇതൊരു ഓവർ ബോൾഡ് സോണാണ്. RSI എവിടെയാണ്, RSI ഈ സ്പോട്ടിൽ വന്നപ്പോൾ തന്നെ RSI എന്ത് ചെയ്തു, RSI ടോപ്പിലെത്തി, റൈറ്റ്. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയോ, ഇവിടെ ചാർട്ട് ഒരു കൺസോളിഡേഷൻ പീരീഡിലോട്ട് പോയി, റൈറ്റ്. ഇവിടെ ഒരു കൺസോളിഡേഷനാണ്.
ബട്ട് ആ സമയത്ത് RSI ഒരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് നടത്തിയത്. RSI എന്ത് നടത്തി? ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നടത്തി. അപ്പോൾ ചാർട്ട് താഴത്തോട്ട് വന്ന് തുടങ്ങുന്നതിന് മുൻപേ RSI താഴത്തോട്ട് വരികയും RSIയിൽ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമുക്കിവിടെ 30 മിനിറ്റ്സ് ചാർട്ട് നോക്കുന്ന സമയത്ത് ഇതാണ് RSI ഹൈ എത്തിയിരിക്കുന്ന ഒരു പോയിന്റ്. ഈ ഒരു സമയത്ത് മാർക്കറ്റിൽ ചാർട്ട് എന്ത് പറ്റി? ക്യാൻഡിൽസ് ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് നടത്തുമ്പോഴും RSIയിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഡൗൺ സൈഡിലോട്ട് വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ടോ? RSI ഒരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് നടത്തുന്നത്. അപ്പോൾ അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് എവിടെ വരയ്ക്കാൻ പറ്റും? RSIയിൽ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. അത് ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് നടത്തുന്നത്. ഇവിടെ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റും ഇതൊരു സൈഡ് വൈസോ അല്ലെങ്കിൽ ഇതൊരു ബുള്ളിഷ് സൈഡോ കാണിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ RSI ഡൈവർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ RSI ഡൈവർജൻസിൽ ആദ്യം നമുക്ക് ഇൻഡിക്കേഷൻസ് തരും എന്നുള്ളതാണ് RSI ഡൈവർജൻസിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടി ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ടിൽ വേറെ എവിടെയെങ്കിലും RSI ഡൈവർജൻസ് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഓവർ ബോൾട്ട് മാത്രമല്ല ഓവർ സോൾഡ് ലെവലിലോട്ടൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു 1 hour ക്യാൻഡിലോട്ട് ഞാൻ ഈ ഒരു ചാർട്ട് മാറ്റി. ഫൈൻ. ഓക്കെ, ഈ ഒരു ലെവൽ നോക്കൂ. ഇവിടെ നമുക്കൊരു ഓവർ സെല്ലിംഗ് സോണാണ്. RSI ഒത്തിരി താഴെ പോയിട്ടുണ്ട്, റൈറ്റ്. ഒരു ഓവർ ബോൾട്ട് സോണാണ്. ഇവിടെ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് നടത്തുന്ന സമയത്ത് തന്നെ RSI എന്ത് പറ്റി? RSI കൃത്യമായിട്ട് ഒരു ട്രെൻഡ് ലൈൻ കീപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ സെക്കൻഡ് ടൈം ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കുന്ന സമയത്താണ് അടുത്ത അപ്പ് റാലി സ്റ്റാർട്ട് ചെയ്യുന്നത്, റൈറ്റ്. ഒരു അപ്പ് റാലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ പോയിന്റിൽ നോക്കൂ. ഈ ഒരു പോയിന്റിൽ ഇവിടെ RSI ഓവർ ബോൾട്ട് സോണിലാണ്. ചാർട്ട് എന്ത് പറ്റി? ഇവിടെ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ വന്നിരിക്കുകയാണ്, ഡബിൾ ടോപ്പ്. അപ്പോൾ ഈ ഡബിൾ ടോപ്പ് വരുന്നതിന് മുൻപ് നമുക്കറിയാം ഡബിൾ ടോപ്പ് പാറ്റേൺ ഒരു റിവേഴ്സൽ പാറ്റേൺ ആണെന്ന് അറിയാം. അപ്പോൾ ഡബിൾ ടോപ്പ് വരുന്നതിന് മുൻപ് തന്നെ RSI എന്ത് പറ്റി? RSI ഒരു ഡൗൺ സൈഡ് മൂവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. RSIയിൽ ഒരു ഡൗൺ സൈഡ് മൂവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ RSIയിൽ ആദ്യം ഇൻഡിക്കേഷൻ കിട്ടും എന്നുള്ളതാണ് RSI ഡൈവർജൻസിൻ്റെ ഏറ്റവും ബ്യൂട്ടി. അപ്പോൾ ഇത് നിങ്ങൾ ഒരു 10 to 20 ചാർട്ടിൽ ഇങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. RSI ഡൈവർജൻസ് എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് RSI ഡൈവർജൻസ് വരുന്ന സ്ഥലത്ത് ഒരു റിവേഴ്സൽ പാറ്റേൺ വരും. ഇപ്പോൾ ഒരു ഡബിൾ ടോപ്പോ ഡബിൾ ബോട്ടോ ഒക്കെ ആയിട്ടുള്ള ഒരു റിവേഴ്സൽ പാറ്റേൺ കൂടി ക്യാൻഡിലിൽ വരുന്നുണ്ടാവും. ഈ സമയത്തായിരിക്കും ഈ പറയുന്ന RSI ഡൈവർജൻസ് വരിക. അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ, ഇത്തരത്തിലുള്ള പാറ്റേൺ ഒക്കെ വരുമ്പോൾ ഒരു RSI ഡൈവർജൻസ് വരും. അല്ലെങ്കിൽ റിവേഴ്സൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ, ഇത്തരത്തിലുള്ള പാറ്റേൺ ഒക്കെ ഒരു റിവേഴ്സൽ പാറ്റേൺസ് ആണ്. അപ്പോൾ എപ്പോഴും ഒരു റിവേഴ്സൽ പാറ്റേണിൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ള RSI ഡൈവർജൻസ് വരുന്നുണ്ട്. അപ്പോൾ RSIയിൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ആ ട്രെൻഡ് ലൈനിൻ്റെ ഡയറക്ഷനിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഒരു കൺഫർമേഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. RSIയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉറപ്പായിട്ട് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പ്രീവിയസ് ചാർട്ടിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, കൺഫർമേഷൻസ് എടുക്കുക. കോൺഫിഡൻസ് ബിൽഡ് ആയതിനു ശേഷം അടിപൊളിയായിട്ട് നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഹ്യൂജ് റിസൾട്ട് ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഡോണ്ട് വെയിറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.